ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം ശ്രീതാലം കൃതവാമവാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദിസമസ്തവാനരഗണേ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 58ാമത്തെ സർഗത്തിലെ 90 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി 91ാമത്തെ ശ്ലോകം മുതൽ. ത്രിജട എന്ന രാക്ഷസി താൻ കണ്ട സ്വപ്നത്തിനെ പറ്റി രാക്ഷസികളോടൊക്കെ വിവരിച്ചു കൊടുത്തു. അതിനുശേഷം വൈദേഹിയോട് നമുക്കൊക്കെ യാചിക്കാം, നമ്മളെ രാഘവനിൽ നിന്ന് രക്ഷിക്കാൻ എന്ന് പറയാണ് ത്രിജട. അങ്ങനെ എല്ലാവരും പരിഭ്രമിച്ചിരിക്കുന്ന സമയത്ത് സീത പറയണു, ശരണാഗതിയിൽ കനിയുന്നവളാണ് സീത എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ വിജയവാർത്ത കേട്ട് അർഷപുളകിതയും ലജ്ജായുമായ സീത പറയണു, അത് വാസ്തവമാണെങ്കിൽ, അതായത് ത്രിജട പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ശരണമായി തീരും എന്നാണ് പറഞ്ഞത്. നമുക്കിനിയും ബാക്കി നോക്കാം. 90ാമത്തെ ശ്ലോകം. താം ചാഹം താദൃശീം ദൃഷ്ട്വാ സീതായാ ദാരുണാം ദശാം ചിന്തയാമാസ വിക്രാന്തോ നജമേ നിർവൃതം മനഃ. സീതയുടെ ആ ദാരുണാവസ്ഥ കണ്ട് ഞാൻ അക്ഷമനായി അവരെക്കുറിച്ചുള്ള വിവിധ ചിന്തകളിൽ മുഴുകി. എൻ്റെ മനസ്സിന് ഒട്ടും തന്നെ സ്വസ്ഥത ലഭിച്ചില്ല. ഹനുമാൻസ്വാമി വാനരന്മാരുടെ അടുത്ത് അവിടെ ലങ്കയിൽ പോയ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണല്ലോ. അത് നമ്മുടെ ഹനുമാനാണ്. ഇപ്പോൾ ഈ ഞാൻ എന്ന് പറഞ്ഞത് ഹനുമാൻസ്വാമിയാണ്. സംഭാഷണാർത്ഥം ജമയ ജാനക്യാചിന്തിതോ വിധി ഇക്ഷ്വാകൂണാം ഹി വംശസ്തു തതോ മമ പുരസ്കൃത. സീതയോട് സംഭാഷണം ചെയ്യാനുള്ള ഒരു വഴി എൻ്റെ മനസ്സിൽ ഉദിച്ചു. ആദ്യം തന്നെ ഇക്ഷ്വാകു രാജാക്കന്മാരുടെ വംശപരമ്പരയെക്കുറിച്ച് ഞാൻ പുകഴ്ത്തി തുടങ്ങി. ഹനുമാൻ ലങ്കയിൽ ചെന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് വാനരന്മാരോട് ഇപ്പോൾ പറയുന്നത്. നമ്മൾ 2 വീഡിയോ കേട്ട് കഴിഞ്ഞു. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ശ്രുത്വാദു ഗതിതാം വാചം രാജശ്രീഗണപൂജിതാം പ്രത്യഭാഷതമാ ദേവി ബാഷ്പേ പിഹിതലോചന. ഞാൻ രാജർഷി വംശപരമ്പരയെ പുകഴ്ത്തുന്നത് കേട്ട് ദേവി അശ്രുപൂർണ നേത്രയായി എന്നോട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. കസ്ത്വം കേന കഥം ജേഹ പ്രാപ്തോ വാ നരപുംഗവ കാജരാമേണതേ പ്രീതി സ്തന്നേ ശംസിതുമർഹസി തസ്യാതദ് ഭജനം ശ്രുത്വാ ഹ്യഹമപ്യബ്രവം വചഃ. വാനരോത്തമ, നീ ആരാണ്? എന്തിനു വേണ്ടി, എങ്ങനെയാണ് നീ ഇവിടെ വന്നത്? ശ്രീരാമനുമായി നീ എങ്ങനെ സ്നേഹമായി? ഇതെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും. സീതയുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ ഇങ്ങനെ പറഞ്ഞു. ദേവിരാമസ്യ ഭർത്തുസ്തേ സഹായോ ഭീമവിക്രമ സുഗ്രീവോ നാമ വിക്രാന്തോ വാനരേന്ദ്രോ മഹാബലഃ. ദേവി, ഭൗതിയുടെ ഭർത്താവായ ശ്രീരാമന് അതിബലശാലിയും അതിപരാക്രമശാലിയും യുദ്ധവീരനും വാനരാജവുമായ സുഗ്രീവൻ എന്നൊരു സഹായിയുണ്ട്. തസ്യമാ വിദ്യഭൃത്യം ത്വം ഹനുമന്തം മിഹാഗതം ഭർത്രാഹം പ്രേഷിതസ്തുഭ്യം രാമേണ ക്ലിഷ്ടകർമ്മണ. ഇവിടെ വന്നിരിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായ ഹനുമാനാണ്. അക്ലിഷ്ടകർമാവായ സ്വാമി ശ്രീരാമൻ ഭൗതിയുടെ അടുത്തേക്ക് അയച്ച ദൂതനാണ് ഞാൻ. ഇതം ച പുരുഷവ്യാക്ര ശ്രീമാൻ ദാശരഥി സ്വയം അങ്കുലീയമഭിജ്ഞാനം അധാതുഭ്യം യശസ്സിനി. ഹേ യശസ്സിനി, പുരുഷോത്തമനും ശ്രീമാനുമായ ദാശരഥി ഭൗതിക്ക് അടയാളമായി ഈ മുദ്രമോതിരം തന്നയച്ചിരിക്കുന്നു. തദിച്ഛാമി ത്വയാജ്ഞപ്തം ദേവി കിം കരവാണ്യഹം രാമലക്ഷ്മണയോ പാർശ്വം നയാമി ത്വാം കിമുത്തരം. ദേവി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭൗതിയുടെ ആജ്ഞ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ഭൗതിയെ ഞാൻ എടുത്തുകൊണ്ടുപോവാം. ഭൗതി എന്തു പറയുന്നു? ഏതശ്രുത്വാ വിദ്വാജ സീതാജനകനന്ദിനി ആഹരാവണമുത്സാദ്യ രാഘവോ മാം നയത്യതേ. ഇത് കേട്ട കാര്യം ഗ്രഹിച്ച് ജനകപുത്രിയായ സീത എന്നോട് അരുളി ചെയ്തു, രാഘവൻ തന്നെ രാവണനെ കൊന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ. പ്രണമ്യ ശിരസാ ദേവി മഹമാര്യാമനിന്ദിതാം രാഘവസ്യ മനോഹ്ലാദം അഭിജ്ഞാനമയാജിഷം. കുലീനയും അനിന്ദിതയുമായ ദേവിയെ ഞാൻ ശിരസ നമസ്കരിച്ച് രാമന് ഹൃദയാഹ്ലാദകരമായൊരു അടയാളം തരണം എന്ന് അപേക്ഷിച്ചു.
അതമാം അബ്രവീത് സീതാ ഗുഹ്യതാമയമുത്തമ മണിരേന മഹാബാഹു രാമസ്ത്വാം ബഹുമന്യതേ. മഹാബാഹുവായ രാമന് അങ്ങയോട് ഏറ്റവും ബഹുമാനം തോന്നാനിടയുള്ള ഈ ശ്രേഷ്ഠമായ രത്നം സ്വീകരിക്കൂ എന്ന് സീത എന്നെ നോക്കി പറഞ്ഞു. ഇത്യുക്ത്വാതു വരാരോഹ മണിപ്രവരമത്ഭുതം പ്രായച്ചത് പരമോദ്ദിഗ്ധ വാചാമാം സന്ധിദേശ. ആ സുന്ദരി പ്രകാരം പറഞ്ഞ് അത്ഭുതകരമായ വിശിഷ്ടരത്നം എൻ്റെ കയ്യിൽ തന്നു. ദുഃഖിതയായവർ രാമന് വാചികമായൊരു സന്ദേശം നൽകാനും എന്നോട് പറഞ്ഞു. തതസ്തസ്യൈ പ്രണമ്യാഹം രാജപുത്രീ സമാഹിത പ്രദക്ഷിണം പരിക്രാമം യഹാഭ്യുൽഗതമാനസ. പിന്നെ കാര്യം നേടിക്കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോരാൻ നിശ്ചയിച്ച് ആ രാജപുത്രിയെ നമസ്കരിച്ച് വലം വെച്ചു. ഉത്തരം പുനരേവേദം നിശ്ചിത്യ മനസാദയ ഹനുമൻ മമ വൃത്താന്തം വക്തുമർഹസി രാഘവേ. അവർ വീണ്ടും ആലോചിച്ച് എന്നോട് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ഹനുമാൻ, എൻ്റെ വൃത്താന്തം വേഗം രാഘവനോട് പറയണം. യഥാ ശ്രുത്വൈവ നജിര താവുപോ രാമലക്ഷ്മണോ സുഗ്രീവസഹിതോ വീര ഹുബേയാധാം തഥാ ഗുരു. വീരന്മാരായ രാമലക്ഷ്മണന്മാർ സുഗ്രീവനോടുകൂടി വേഗം ഇവിടെ വന്നു ചേരും വിധം വേണ്ടതെല്ലാം ചെയ്താലും. യദ്യന്നതാവവേദേതദ്യോ മാസോ ജീവിതം മമ നമാം ദൃക്ഷ്യതി കാകുൽസ്തോ ബ്രിയേസാഹമനാദവത്. എനിക്കിനി 2 മാസമേ ജീവിതമുള്ളൂ. അതിനുള്ളിൽ രാമൻ വന്നില്ലെങ്കിൽ ഞാൻ അനാഥയായി മരിക്കും. കാകുൽസ്ഥൻ എന്നെ കാണുകയില്ല. തശ്രുത്വാ കരുണം വാക്യം ക്രോധോ മാം അഭ്യവർത്തത ഉത്തരം ച മയാ ദൃഷ്ടം കാര്യശേഷമനന്തരം. വേദന തേങ്ങുന്ന ആ വാക്കുകേട്ട് എൻ്റെ കോപം ജ്വലിച്ചു. പിന്നെ ചെയ്യേണ്ട കാര്യവും ഞാൻ നിശ്ചയിച്ചു. തതോ വർദ്ധതമേകായസ്തഥാ പർവ്വതസന്നിഭ യുദ്ധകാംക്ഷി വനം തച്ച വിനാശ യതുമാരവേ. അങ്ങനെ എൻ്റെ ശരീരം പർവ്വതതുല്യം വളർന്നു. ഒരു യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ വനം നശിപ്പിച്ചു തുടങ്ങി. തദ് ഭഗ്നം വനഷണ്ഡം തോ പ്രാന്തത്രസ്തമുഖദ്വിജം പ്രതിബുദ്ധ നിരീക്ഷന്തേ രാക്ഷസ്യോ വികൃതാനനാഹ. തകർക്കപ്പെട്ട വനത്തിൽ നിന്ന് ഭയസംഭ്രാന്തരായി ഓടിപ്പോകുന്ന പക്ഷിമൃഗാദികളെ ഉറക്കമുണർന്ന വികൃതമുഖികളായ രാക്ഷസികൾ കണ്ടു. മാം ചതുഷ്ട്വാ വനേ തസ്മിൻ സമാഗമ്യ തതസ്തദാ താ സമഭ്യാഗതാ ക്ഷിപ്രം രാവണായ ജജക്ഷിരേ. വനത്തിൽ അവിടെവിടെ ഒത്തുകൂടിയവർ എന്നെ അടുത്ത് കണ്ട ഉടനെ ആ വിവരം രാവണനെ അറിയിച്ചു. രാജൻവനമിതം ദുർഗം തവ ഭഗ്നം ദുരാത്മന വാനരേണ വിജ്ഞായ തവ വീര്യം മഹാബല. മഹാബലവാനായ രാജാവേ, അങ്ങയുടെ വീരപരാക്രമങ്ങൾ അറിയാത്ത ഒരു ദുഷ്ടവാനരൻ ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഉദ്യാനമൊക്കെ തകർത്ത് കളഞ്ഞു. ദുർബുദ്ധേ തസ്യ രാജേന്ദ്ര തവ വിപ്രിയകാരിണ വനമാജ്ഞാപയക്ഷിപ്രം യഥാസോ വിലയം വ്രജേത്. രാജേന്ദ്ര, ഈ വാനരൻ നശിക്കുക തന്നെ വേണം. അങ്ങേക്ക് ഉപദ്രവം ചെയ്ത ബുദ്ധിശൂന്യനായ അവന് വധശിക്ഷ നൽകാൻ ആജ്ഞാപിച്ചാലും. തശ്രുത്വാ രാക്ഷസേന്ദ്രേണ വൃതിഷ്ഠ വൃഷദുർജയ രാക്ഷസ കിങ്കര നാമ രാവണസ്യ മനോനുഗാഹ. അത് കേട്ട് രാക്ഷസരാജാവ് തൻ്റെ അജ്ഞാനിവർത്തികളും അജയ്യരുമായ കിങ്കരൻ എന്ന രാക്ഷസപ്പടയെ അങ്ങോട്ട് അയച്ചു. തേഷാം അശീതിസഹസ്രം ശൂലമുൽഗരവാണിന മയാ തസ്മിൻ മനോദേശേ പരിഷേണ നിഷോദിതം. ശൂലവും മുൾത്തടിയും ധരിച്ച അവരിൽ 80,000 ആ വനത്തിൽ വെച്ച് തന്നെ ഒരു ഇരുമ്പടക കൊണ്ട് ഞാൻ അടിച്ചു കൊന്നു. തേഷാം ദൂഹതശേഷായേതേ ഗത്വാ ലഘുവിക്രമാഹ നിഹതം ജാമഹൽ സൈന്യം രാവണായ ജജക്ഷിരേ. ചാവാതെ ഓടി രക്ഷപ്പെട്ടവരിൽ ചിലർ വളരെ വേഗം രാവണസന്നിധിയിലെ സൈന്യത്തെ നശിപ്പിച്ച വിവരം അറിയിച്ചു. തതോ മേ ബുദ്ധിരുൽപ്പന്ന ചൈത്യപ്രാസാദമാക്രമം തത്രസ്ഥാൻ രാക്ഷസാൻ ഹത്വാ ശതം സ്തംഭേന വൈ പുനഃ ലലാമഭൂതോ ലങ്കായ സവേ വിധ്വംസിതോ മയാ. എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ചൈത്യപ്രസാദത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന 100 രാക്ഷസരെ ഒരു തൂണ് പുഴക്കിയെടുത്ത് അടിച്ചു കൊന്നു. ലങ്കയ്ക്ക് സുന്ദരാലങ്കാരമായിരുന്ന ആ പ്രാസാദം ഞാൻ ഇടിച്ച് പൊടി പൊടിയാക്കി. തത പ്രഹസ്തസ്യ സൂതം ജംബുമാലിനമാദിശത് രാക്ഷസേ ബഹുവിസാർദ്ധം ഘോരരൂപേർഭയാനകേഹി. പിന്നെ ഘോരരൂപികളും ഭയങ്കരന്മാരുമായ രാക്ഷസരോടുകൂടി പ്രഹസ്തപുത്രനായ ജംബുമാലിയെ രാവണൻ എന്നെ വധിക്കാൻ അയച്ചു. തമഹം ബലസമ്പന്നം രാക്ഷസം രണകോവിദം പരിഗേണാതിഘോരേണ സൂതയാമി സഹാനുഗം.
രണചതുരനായ ആ രാക്ഷസനെയും സൈന്യങ്ങളെയും കനത്തൊരു ഇരുമ്പുലയ്ക്ക് കൊണ്ട് കൂട്ടത്തോടെ കൊന്നൊടുക്കി. തശ്രുത്വാ രാക്ഷസേന്ദ്രസ്തു മന്ത്രിപുത്രാൻ മഹാബലാൻ പദാതിബലസമ്പന്നാൻ പ്രേഷയാമാസ രാവണ പരിഗേണൈവ താൻ സർവാൻ ഹനയം യമസാദനം. അത് കേട്ട രാക്ഷസേന്ദ്രനായ രാവണൻ കരുത്തുറ്റ മന്ത്രിപുത്രന്മാരെ വലിയൊരു കാലാൾപ്പടയോടുകൂടി അയച്ചു. സർവരെയും ആ ഇരുമ്പലയ്ക്ക് കൊണ്ട് തന്നെ ഞാൻ യമപുരിയിലേക്ക് അയച്ചു. മന്ത്രിപുത്രാൻ ഹതാക്ഷുത്വാ സമരേ ലഘുവിക്രമാൻ പഞ്ചസേനാഗ്രഹാൻ ശൂരാൻ പ്രേഷയാമാസ രാവണ താനഹം സൈന്യാൻ വൈ സർവാനേവാഭ്യസൂദയം. പരാക്രമികളായ മന്ത്രിപുത്രന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വിവരം കേട്ട് രാവണൻ ശൂരന്മാരായ 5 സേനാധിപന്മാരെ പറഞ്ഞയച്ചു. സൈന്യസമേതം വന്ന അവരെ എല്ലാം ഞാൻ കൊന്നൊടുക്കി. തഥാ പുനദർശഗ്രീവാ പുത്രമക്ഷം മഹാബലം ബഹുബീരാക്ഷസേ സാർദ്ധം പ്രേഷയാമാസ രാവണ. പിന്നീട് രാവണൻ മഹാബലവാനായ സ്വപുത്രൻ അക്ഷനെ രാക്ഷസ സൈന്യസമേതം പോരിനയച്ചു. തം തു മന്ദോദരീ പുത്രം കുമാരം രണപണ്ഡിതം സഹസാകം സമുൽക്രാന്തം പാദയോശ്ചാഗഹീതവാൻ ചർമാസിനം ശതഗുണം ഭ്രമയിത്വാപേക്ഷയം. കവചഗഡ്ഗങ്ങൾ ധരിച്ച സമരവീരനായ മണ്ഡോദരീപുത്രൻ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ ഞാൻ അയാളുടെ 2 കാലും കടന്നു പിടിച്ച് 100 വട്ടം ചുഴറ്റി പിഴിഞ്ഞെറിഞ്ഞു. തമക്ഷമാഗതം ഭഗ്നം നിശമ്യ സദശാനന തഥ ഇന്ദ്രജിതം നാമ ദ്വിതീയം രാവണസുതം വാദിദേശാസു സംക്രുദ്ധോ ബലിനം യുദ്ധദുർമദം. അശ്വകുമാരൻ കൊല്ലപ്പെട്ട വിവരം കേട്ട് അത്യന്തം ക്രോധാവിഷ്ടനായ രാവണൻ ബലിഷ്ഠനും രണമതമുള്ളവനുമായ ഇന്ദ്രജിത്ത് എന്ന 2ാമതൊരു പുത്രനെ യുദ്ധത്തിനയച്ചു. തച്ചാപിഹം ബലം സർവം തം ജരാക്ഷസമുംഗവം നഷ്ടൗജസം രണേ കൃത്വ പരം ഹർഷമുപാഗമം. ഞാൻ രാക്ഷസവീരനായ അവനെയും, അതായത് ഇന്ദ്രജിത്തിനെയും അവൻ്റെ മുഴുവൻ സൈന്യത്തെയും യുദ്ധത്തെ ദുർബലരാക്കി അതിയായ സന്തോഷം അനുഭവിച്ചു. മഹദാബി മഹാബാഹോ പ്രത്യയേന മഹാബല പ്രേഷിതോ രാവണേനൈവ സഹവീരേർമദോൽഖടേഹി സ്വവിഷഹ്യം ഹിമാം ബുദ്ധ്വാ സ്വബലം ചാവമർദ്ദിതം ബ്രാഹ്മണാസ്ത്രേണ സദുമാം പ്രാബദ്നാചാതിവേഗിതഃ. രാവണൻ വലിയ വിശ്വാസത്തോടു കൂടിയാണ് മതോദ്ധതന്മാരും വീരന്മാരുമായ സൈന്യങ്ങളോടുകൂടി അവനെ യുദ്ധത്തിനയച്ചത്. മഹാബലിഷ്ഠനായ അവൻ യുദ്ധവീരനാണെങ്കിലും സൈന്യത്തിന് മർദ്ദനമേറ്റതിനാലും എൻ്റെ കരുത്ത് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും ആകെ പരിഭ്രാന്തനായി ഒടുവിൽ ബ്രഹ്മാസ്ത്രത്താൽ എന്നെ ബന്ധിച്ചു. രഞ്ജുഭിശ്ച ബബന്ധുസ്തേ തതോ മാം തത്ര രാക്ഷസ രാവണസ്യ സമീപം ച ഗൃഹീത്വാ മാമുപാനയൻ. പിന്നെ രാക്ഷസൻ എന്നെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് രാവണ സന്നിധിയിലേക്ക് കൊണ്ടുപോയി. ദുഷ്ട്വാ സംഭാഷിതശ്ചാഹം രാവണേന ദുരാത്മന പൃഷ്ടശ്ച ലങ്കാഗമനം രാക്ഷസാനാം ജതംബതം. എന്നെ കണ്ട് ദുരാത്മാവായ രാവണൻ ഞാൻ ലങ്കയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, രാക്ഷസന്മാരുടെ വധം എന്നിവയെക്കുറിച്ചെല്ലാം എന്നോട് ചോദിച്ചു. തൽസർവം ജമയാ തത്ര സീതാർത്ഥം ഇതി ജൽപ്പിതം. അവയെല്ലാം സീതയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് ഞാൻ ഉത്തരം നൽകി. അസ്യ സന്ദർശനാകാംക്ഷി പ്രാപ്തസ്ത്വദ്ഭവനം വിഭോ മാരുതസ്യ ഔരസപുത്രോ വാനരോ ഹനുമാനഹം. പ്രഭു, ഞാൻ വായുവിൻ്റെ ഔരസപുത്രനായ ഹനുമാൻ എന്ന വാനരനാകുന്നു. സീതയെ കാണാനാണ് ഞാൻ താങ്കളുടെ ഭവനത്തിലെത്തിയത്. ഇവർ സീതയുടെ അടുത്തു നിന്ന് എന്നെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നു. രാമദൂതം ജമാം വിദ്ധി സുഗ്രീവ സജീവം ഗവിം സോഹം ദൂത്യേന രാമസ്യ ത്വത്സകാശമിഹാഗത. ഞാൻ രാമദൂതനും സുഗ്രീവ സജീവനുമായ വാനരനാണ് എന്നറിഞ്ഞാലും ഞാൻ രാമൻ്റെ സന്ദേശവുമായി അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. സുഗ്രീവശ്ച മഹാതേജ സത്വാം കുശലമബ്രവീത് ധർമാർത്ഥകാമസഹിതം ഹിതം പത്യമുവാജജ. മഹാതേജസ്വിയായ സുഗ്രീവൻ അങ്ങയോട് കുശലം ചോദിക്കുന്നു. ധർമാർത്ഥ കാമസാധകവും ഹിതകരവും പത്യവുമായ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. വസതോ ഋഷ്യമൂകേ മേ പർവ്വതേ വിപുലദ്രുമേ രാഘവോരണ വിക്രാന്തോ മിത്രത്വം സമുപാഹത. യുദ്ധവീരനായ രാഘവൻ വിഷനിബിഡമായ ഋഷ്യമൂക പർവ്വതത്തിൽ താമസിക്കുന്ന എന്നെ മിത്രമായി സ്വീകരിച്ചു. തേന മേ കഥിതം രാജൻ ഭാര്യ മേ രക്ഷസാഹൃദ തത്ര സഹായമസ്മാകം കാര്യം സർവാത്മനാ ത്വയാ. അദ്ദേഹം എന്നോടിങ്ങനെ പറഞ്ഞു, അല്ലയോ രാജാവേ, എൻ്റെ ഭാര്യയെ ഒരു രാക്ഷസൻ അപഹരിച്ചിരിക്കുന്നു. അവളെ വീണ്ടെടുക്കാൻ ഭവാൻ സർവാത്മന സഹായം ചെയ്തു തരണം.
മയാ ജഗദിദം തസ്മൈ വാലിനശ്ച വദം പ്രതി തത്ര സഹായ ഹേതോർമി സമയം കർത്തുമർഹസി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വാലിയെ വധിക്കാൻ എനിക്ക് സഹായം നൽകണമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്യുക. വാലിനാ ഹൃതരാജ്യേന സുഗ്രീവേണ മഹാപ്രഭു ചക്രയജ്ഞസാക്ഷികം സഖ്യം രാഘവ സഹ ലക്ഷ്മണ. അങ്ങനെ മഹാപ്രഭുവായ രാഘവൻ ലക്ഷ്മണനോടുകൂടി ബാലിയാൽ രാജ്യം അപഹരിക്കപ്പെട്ട സുഗ്രീവനായ എന്നോട് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. തേന വാലിനമുൽപ്പാട്യ ശരേണൈകേന സംയുഗേ വാനരാണ മഹാരാജ കൃതസപ്ലവതാം പ്രഭു. അദ്ദേഹം യുദ്ധത്തിൽ ഒരൊറ്റ അമ്പുകൊണ്ട് വാലിയെ കൊന്ന ശേഷം വാനരപ്രഭുവായ എന്നെ മഹാരാജാവായി വാഴിച്ചു. തസ്യ സഹായമസ്മാഭി കാര്യം സർവാത്മനാതിഹ തേന പ്രസ്ഥാപിതസ്തുഭ്യം സമീപം ഹധർമ്മത. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് സർവാത്മന സഹായം ചെയ്യേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ്. സുഗ്രീവൻ ധർമാനുസാരം ഇപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് ദൂതനെ അയച്ചിരിക്കുകയാണ്. ക്ഷിപ്രമാനീയതാം സീതാദീയതാം രാഘവായജ യാവന്നഹരയോ വീര വിതമന്തി ബലം തവ. വാനരവീരന്മാർ അങ്ങയുടെ സൈന്യങ്ങളെ മുടിക്കും മുമ്പേ വേഗം സീതാദേവിയെ കൊണ്ടുവന്ന് രാഘവന് നൽകുക. വാനരാണാം പ്രഭാവോ ഹീനകേന വിദിതപുര ദേവതാനാം സകാശം ജാഹേ ഗച്ഛന്തി നിമന്ത്രിത. ദേവന്മാർ കൂടി സഹായത്തിനായി വാനരന്മാരെ വിളിക്കാറുണ്ട്. അവർ പോകാറുമുണ്ട്. പണ്ടു മുതൽക്കുള്ള വാനരപ്രഭാവം അറിയാത്തവരായി ആരാണ് ഉള്ളത്? ഇതി വാനരരാജ്യസ്ത്വാമാഹേത്യഭിഹിതോ മയ മാമൈക്ഷത തതക്രുദ്ധ ചക്ഷുഷാ പ്രദഹന്നിവ. ഇപ്രകാരം വാനരരാജാവ് അങ്ങയോട് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കോപാക്രാന്തനായ രാവണൻ എന്നെ ചുട്ടരിക്കും മട്ടിൽ ചോരച്ച മിഴികളാൽ തുറച്ചു നോക്കി. തേന വദ്യോഹമാജ്ഞപ്തോ രക്ഷസാ രൗദ്രകർമ്മണ മൽപ്രഭാവമവിജ്ഞായ രാവണേന ദുരാത്മന. എൻ്റെ പ്രഭാവമറിയാത്ത ക്രൂരനും പാപിയുമായ രാവണൻ എന്നെ വധിക്കാൻ ആജ്ഞാപിച്ചു. തതോ വിഭീഷണോ നാമ തസ്യ ഭ്രാതാ മഹാമതിഃ തേന രാക്ഷസരാജോസോ യാജിതോ മമ കാരണാത്. അപ്പോൾ അവൻ്റെ സഹോദരൻ മഹാമതിയായ വിഭീഷണൻ എനിക്ക് വേണ്ടി രാക്ഷസരാജ്യാവിനോട് യാചിച്ചു. നൈവം രാക്ഷസചാർദൂലാത്യജതാമേഷ നിശ്ചയ രാജശാസ്ത്രവ്യഭേദോ ഹി മാർഗസന്ധേവ്യതേ ത്വയ. രാക്ഷസരാജ, ഇത് ചെയ്യരുത്, ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങയുടെ ഈ ശിക്ഷാരീതി രാജനീതിക്ക് നിരക്കാത്തതാണ്. ദൂതവദ്യാനദൃഷ്ടാ ഹി രാജശാസ്ത്രേഷു രാക്ഷസ ദൂതേന വേദിതവ്യം ജ യഥാർത്ഥം ഹിതവാദിന. നീതിശാസ്ത്രത്തിൽ ദൂതപദം വിധിച്ചിട്ടില്ല. സന്ദേശം അറിയിക്കുന്ന ദൂതനിൽ നിന്ന് കാര്യങ്ങളുടെ കിടപ്പും യഥാർത്ഥ സ്ഥിതിയും അറിയേണ്ടതാണ്. സുമഹത്യപരാദേവി ദൂതസ്യാതുലവിക്രമ വിരൂപകരണം ദൃഷ്ടം നവതോസ്തി ധീരശാസ്ത്രത. അതുല്യ പരാക്രമശാലിയായ രാജാവേ, വലിയ കുറ്റം തന്നെ ചെയ്താലും ശാസ്ത്രവിധി അനുസരിച്ച് ദൂതന് വധശിക്ഷയില്ല, അംഗഭംഗം ആവാമെന്ന് വിധിച്ചിട്ടുണ്ട്. വിഭീഷണേനൈവ മുക്തോ രാവണ സന്ധിദേശതാൻ രാക്ഷസാനേതദേവാസ്യ ലാംഗൂലം ദഹ്യതാമിതി. വിഭീഷണൻ്റെ അപേക്ഷ അംഗീകരിച്ച രാവണൻ ഇതുതന്നെയാണ് വേണ്ടത്, ഇവൻ്റെ വാല് കത്തിക്കുവിൻ എന്ന് ആജ്ഞാപിച്ചു. തതത്തസ്യ വജശ്രുത്വാ മമ പുച്ഛം സമന്തത വേഷ്ടിതം ശണവൽക്കൈശ്ച ജീർണൈ കാർപ്പാസജൈപടേഹി. അവൻ്റെ കൽപ്പന കേട്ട് രാക്ഷസന്മാർ എൻ്റെ വാൾ, ചാക്കുതുണ്ടുകൾ, കീറിയ തുണികൾ എന്നിവ കൊണ്ടുവന്ന് മുറുക്കി ചുറ്റി. രാക്ഷസാസിദ്ധസന്നാഹ തതസ്തേ ചണ്ഡവിക്രമാഹ തഥാ ദഹ്യന്തമേ പുച്ഛം നിഗ്നന്ത കാഷ്ടമുഷ്ടിഭിः. ചണ്ഡവിക്രമന്മാരായ രാക്ഷസന്മാർ പിടിയിലകപ്പെട്ട എന്നെ വിറകുകൊള്ളികൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും അടിച്ച് എൻ്റെ വാലിൽ തീ കൊളുത്തി. ബദ്ധസ്യ ബഹുബീപാശേരേന്ദ്രിതസ്യ ജരാക്ഷസേഹി നമേ പീഡാഭവേർക്കാജേദുഷ്ടോ നഗരീം ദിവ. രാക്ഷസന്മാർ പിടിച്ച കയറുകൾ കൊണ്ട് കെട്ടിയിരുന്നുവെങ്കിലും പകൽ വെളിച്ചത്തിൽ നഗരം കാണാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് അതുകൊണ്ട് അല്പം പോലും പീഡ ഉണ്ടായില്ല. തതസ്തേ രാക്ഷസാശൂരാബദ്ധം മാമഗ്നിസംവൃതം അഘോഷയൻ രാജമാർഗേ നഗരദ്വാരമാഗത. അവർ എന്നെ നഗരദ്വാരിയിലേക്ക് കൊണ്ടുവന്ന് ബന്ധിതനും തീ കൊളുത്തപ്പെട്ട വാലോടുകൂടിയവനുമായി ഇവനെ കണ്ടുകൊള്ളുവിൻ എന്ന് രാജവീതിയിൽ നിന്നുകൊണ്ട് ആർത്തു വിളിച്ചു പറഞ്ഞു. തതോഹം സുമഹദ്രൂപം സംക്ഷിപ്യ പുനരാത്മന വിമോചയിത്വാ സംബന്ധം പ്രകൃതിസ്ഥിത പുന. പിന്നെ ഞാൻ എൻ്റെ വലിയ ശരീരം വീണ്ടും ചെറുതാക്കി ആ ബന്ധനത്തിൽ നിന്നും മോചനം നേടി പഴയ പോലെ സ്വതന്ത്രനായി തീർന്നു.
ആയസം പരികം ഗൃഹ്യ താനി രക്ഷാംസ്യ സൂദയം തതസ്തന്നഗരദ്വാരം വേഗേന പ്ലുതവാനഹം. ഞാനൊരു ഇരുമ്പുലൊക്കെ എടുത്ത് ആ രാക്ഷസരെ കൊന്നൊടുക്കി. പിന്നെ വളരെ വേഗം ഒരൊറ്റ ചാട്ടത്തിന് നഗരദ്വാരത്തിന് മീതെ എത്തിച്ചേർന്നു. പുച്ഛേന ച പ്രദീപ്തേന താംബുരിം സാട്ടഗോപുരാം അസംഭ്രാന്തോഹമതഹം യുഗാന്താഗ്നിരിവ പ്രജാഹ. കത്തിക്കൊണ്ടിരിക്കുന്ന വാലറ്റത്താൽ ഞാൻ മാളികകൾ, ഗോപുരങ്ങൾ എന്നിവ തിങ്ങിയ നഗരം മുഴുവൻ പ്രളയാഗ്നി ജീവജാലങ്ങളെ എന്ന പോലെ ചുട്ടരിച്ചു. വിനഷ്ട ജാനകീ വ്യക്തം ന ഹദഗ്ധ പ്രദൃശ്യത്തെ ലങ്കായാം കശ്ചിദുദ്ദേശ സർവാഭസ്മീകൃത പുരി. ദഹദാജമയാ ലങ്കാം ദഗ്ധാ സീതാ ന സംശയഃ രാമസ്യ ഹി മത്കാര്യം മയേദം വിദധീകൃതം ഇതി ശോകസമാവിഷ്ടചിന്താമഹമുപാഗത. നഗരം മുഴുവൻ ഭസ്മമാക്കി കഴിഞ്ഞു. തീയിൽ നശിക്കാത്തതായി ഇവിടെ യാതൊന്നും കാണുന്നില്ല. അതിനാൽ ജാനകീദേവിയും നിശ്ചയമായും വെന്തുപോയിരിക്കും. ലങ്കയെ ദയിപ്പിച്ച് ഞാൻ സീതയെയും ദയിപ്പിച്ചു കളഞ്ഞു. സംശയമില്ല, ഈ മഹത്തായ രാമകാര്യം ഞാൻ തന്നെ നിഷ്ഫലമാക്കിയല്ലോ എന്ന വിഷാദം എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു. അതാഹം വാചമശ്രൗഷം ചാരണാനാം ശുഭാക്ഷരാം ജാനകീന ജദഗ്ധേതി വിസ്മയോദന്തഭാഷിതാം. ജാനകി മാത്രം ദയിച്ചില്ല എന്ന ചാരണന്മാരുടെ മധുരമധുരവും ആശ്ചര്യജനകവുമായ വാക്യം അപ്പോൾ ഞാൻ കേട്ടു. തതോ മേ ബുദ്ധിരുൽപ്പന്നാഷുത്വാതാം അത്ഭുതാം ഗിരം അദഗ്ധ ജാനകീത്യേവം നിമിത്തേശോപലക്ഷിത. സീത ദയിച്ചിട്ടില്ല എന്ന വിസ്മയവാർത്തയും മുമ്പ് കാണപ്പെട്ട ശുഭനിമിത്തങ്ങളും എൻ്റെ മനസ്സിന് ദുഃഖമോചനം നൽകി. ദീപ്യമാനേ തുലാങ്കൂലേന മാം ദഹതി പാവക ഹൃദയം ച പ്രഹൃഷ്ടം മേ വാതാസുരഭിഗന്ധിന. വാലിൽ കത്തിക്കൊണ്ടിരുന്ന അഗ്നി എനിക്ക് യാതൊരു ചൂടും ഉണ്ടാക്കിയില്ല. സുരഭിലവും ശീതളവുമായ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സ് ഉത്സാഹഭരിതവും ആഹ്ലാദപൂർണവുമായി. തൈർനിമിത്തൈശ്ച ദുഷ്ടാർത്ഥേ കാരണൈശ്ച മഹാഗുണൈഃ ഋഷിവാക്യേശ്ച സിദ്ധാർത്ഥേ അഭവം ഭ്രഷ്ടമാനസ. പുനഃദൃഷ്ട്വാ ച വൈദേഹ്യം നിസൃഷ്ടശ്ച തയാ പുനഃ. ശുഭഫലങ്ങളായ നിമിത്തങ്ങൾ, ഗുണപ്രദങ്ങളായ കാരണങ്ങൾ, അർത്ഥസിദ്ധിയേകുന്ന ഋഷിവാക്യങ്ങൾ എന്നിവയാൽ ഞാൻ സന്തുഷ്ടചിത്തനായി. എങ്കിലും ഒരിക്കൽ കൂടി ദേവിയെ സന്ദർശിച്ചു. അവർ യാത്രാനുവാദം നൽകി. തത പർവ്വതമാസാദ്യ തത്രാരിഷ്ടമഹം പുനഃ പ്രതിപ്ലവനമാരേഭേ യുഷ്മദർശനകാംക്ഷയ. പിന്നെ ഞാൻ വീണ്ടും അരിഷ്ടം എന്ന പർവ്വതത്തിലെത്തി നിങ്ങളെ കാണാനുള്ള ത്വരയോടെ തിരിച്ചു ചാടാൻ തുടങ്ങി. തത പവനചന്ദ്രാർക്കസിദ്ധഗന്ധർവസേവിതം പന്താനമഹമാക്രമ്യ ഭവതോ ദൃഷ്ടവാനിഹ. വായു, സൂര്യേന്ദ്രന്മാർ, സിദ്ധഗന്ധർവന്മാർ എന്നിവർ സഞ്ചരിക്കുന്ന ആകാശമാർഗം കടന്ന് ഞാനിതാ നിങ്ങളെ കണ്ടെത്തി. രാഘവസ്യ പ്രഭാവേണ ഭവതാം ജൈവ തേജസ സുഗ്രീവസ്യ ച കാര്യാർത്ഥം മയാ സർവമനുഷ്ഠിതം. രാഘവപ്രഭാവത്താലും നിങ്ങളുടെ തേജസ്സിനാലും ഞാൻ സുഗ്രീവവാക്യം സഫലമായി നിർവഹിച്ചു. ഏതൽ സർവം മയാ തത്ര യഥാവതുപപാദിതം അതോ യത് കർമ്മശേഷം തത്സർവം ക്രിയതാമിതി. ഞാൻ ചെയ്ത കാര്യമെല്ലാം നടന്ന പോലെ തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ അഷ്ടപഞ്ചാശ സർഗ. 58ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.